എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി ഭഗവതിയുടെയും ജ്യേഷ്ഠ ഭഗവതിയുടെയും കഥയാണെന്ന് പറയുന്നത്. ആരാണ് ലക്ഷ്മി ഭഗവതി, ആരാണ് ജ്യേഷ്ഠ ഭഗവതി? രണ്ടുപേരും ഭഗവതിമാർ തന്നെയാണ്. ലക്ഷ്മി ഭഗവതി ഐശ്വര്യത്തിൻ്റെ ദേവതയും ജ്യേഷ്ഠ ഭഗവതി ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ദേവതയാണ്. ഓരോ ഗൃഹത്തിൻ്റെയും ഐശ്വര്യം അതിൽ വസിക്കുന്നവരുടെ കൈകളിലാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, ഉപയോഗശൂന്യമായ വസ്തുക്കൾ സ്ഥിരമായി മുറിക്കുള്ളിൽ സൂക്ഷിക്കാതിരിക്കുക, വീട്ടിൽ മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കുന്നത് ഒഴിവാക്കുക, ദൈവവിശ്വാസം, സ്നേഹം കുട്ടികളിൽ നിലനിർത്തുക. ത്രിസന്ധ്യാസമയം മതിലിന് വെളിയിൽ ജ്യേഷ്ഠയ്ക്ക് പുക കാണിക്കുക എന്നൊരു രീതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നിലവിളക്ക് കൊളുത്തിയിരുന്നത്. അതായത് വീടും പരിസരവും തൂത്തുവാരി വൃത്തിയാക്കി ചപ്പുചവറുകൾ വെളിയിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുക. ശേഷം ജലം തെളിച്ച് പരിസരം ശുദ്ധമാക്കി പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തുക. ശേഷം സന്ധ്യാനാമം ജപിക്കുക. പുക കണ്ട് തൃപ്തിപ്പെട്ട് ജ്യേഷ്ഠ വെളിയിൽ നിൽക്കുകയും ശുദ്ധിയും വൃത്തിയും നിലവിളക്കും നാമജപവും ഇഷ്ടപ്പെട്ട് ലക്ഷ്മി ഭഗവതി ഗൃഹത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു വിശ്വാസം. രണ്ടുപേരും ഭഗവതിമാർ തന്നെ. ലക്ഷ്മി ഭഗവതി ഐശ്വര്യത്തിൻ്റെ ദേവതയും ജ്യേഷ്ഠ ഭഗവതി ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ദേവതയാണ്. പാലാഴി മദനത്തിൽ ദേവന്മാർക്കുണ്ടായ ജരാനരകൾ മാറ്റുന്നതിനായി അമൃത് കഴിക്കണമെന്ന് വന്നപ്പോൾ അമൃതിനു വേണ്ടി പാലായി കടഞ്ഞ് മന്ദരപർവ്വതത്തെ കടക്കോലാക്കി വാസുകിയെ കയറാക്കി. പാലായി കടഞ്ഞപ്പോൾ പല ദിവ്യ വസ്തുക്കളും ലഭിച്ചു. ആ സമയം പാലാഴിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ലക്ഷ്മി ഭഗവതിയും ജ്യേഷ്ഠ ഭഗവതിയും. ലക്ഷ്മിയെ മഹാവിഷ്ണു ഭഗവാൻ ഭാര്യയായി സ്വീകരിച്ചു. ജ്യേഷ്ഠയെ മൂശേട്ട എന്നും വിളിക്കും. ജ്യേഷ്ഠയെ വൃത്തിയും വെടുപ്പും ഇല്ലാതുള്ളിടത്ത് വസിക്കുന്നതിനായി അനുവദിച്ചു. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കഥയുണ്ട്. ഒരിക്കൽ ലക്ഷ്മി ഭഗവതിയും ജ്യേഷ്ഠ ഭഗവതിയും കൂടി സന്ധ്യാസമയം സവാരിക്കിറങ്ങി. ഗ്രാമത്തിലെ തെരുവിൽ കൂടി അവരങ്ങനെ കഥകൾ പറഞ്ഞു നടക്കുകയായിരുന്നു. ആ സമയം വഴിയരികിലുള്ള ഒരു ഭവനത്തിൽ നിന്നും അതിമധുരമായ സ്വരത്തിൽ ഒരാൾ ദേവീസ്തുതികൾ ആലപിക്കുന്നത് കേട്ടു. രണ്ടുപേരും അതിൽ ലയിച്ച് അവിടെ നിന്നു. അപ്പോൾ ജ്യേഷ്ഠ ഭഗവതി പറഞ്ഞു, അനുജത്തി, നിന്നെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനം ആലപിക്കുന്നത് കേട്ടില്ലേ? അത് കേട്ടിട്ടും നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഒന്ന് കയറിയിട്ട് വരൂ. അപ്പോൾ ലക്ഷ്മി ദേവി ആ ഭവനത്തിലേക്ക് കയറാനൊരുങ്ങി. എന്നാൽ നടുവാതിക്കലെത്തിയ ദേവി അവിടെ തന്നെ നിന്ന് വിഷമിച്ചു. കാരണം ആ ഭവനം വൃത്തിയില്ലാതെയായിരുന്നുള്ളത്. നായ്ക്കളുടെയും പൂച്ചകളുടെയും വിസർജ്യ വസ്തുക്കൾ അവിടെ ഇവിടെ വീണ് കിടക്കുന്നു. കോഴികൾ അതെല്ലാം ചികഞ്ഞു നടക്കുന്നു. അവിടുള്ള 2-3 കുട്ടികളാകട്ടെ കുളിക്കാതെ തമ്മിൽ തല്ലി നടക്കുന്നു. പശുത്തൊഴുത്തും വൃത്തിയാക്കാതെയായിരുന്നുള്ളത്. അതിലൊരു പശു എല്ലും തോലുമായി കരയുന്നു. ആ വീട്ടിലെ ഗൃഹനാഥ ആ ദേവീസ്തുതി പാടുന്ന ആളിനെ ശകാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ലക്ഷ്മി ദേവി ആ ഭവനത്തിൽ കയറാൻ മടിച്ചു. ലക്ഷ്മി ദേവി ചേച്ചി ജ്യേഷ്ഠയോട് പറഞ്ഞു, ഇതെനിക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ല, ചേച്ചിക്കാണ് ഇവിടെ ഇരിക്കാൻ അർഹത എന്ന് പറഞ്ഞു. അപ്പോൾ അതെയോ എന്ന് ചോദിച്ച് സന്തോഷത്തോടു കൂടി ജ്യേഷ്ഠ ആ വീടിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചതും അവരുടെ ഏക ആശ്രയമായിരുന്ന പശു ചത്തുപോയി. തുടർന്ന് അവിടെ കൂട്ടക്കരച്ചിലും ബഹളവുമായിരുന്നു. രണ്ടുപേരും വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മറ്റൊരു വീട്ടിൽ നിന്നും ഒരു പശുവിൻ്റെ ദീനമായ കരച്ചിൽ കേട്ടു. അതെന്താണെന്നറിയാൻ രണ്ടുപേരും അവിടെ നിന്നു. പതിവ് പോലെ ലക്ഷ്മിയാണ് ആദ്യം അകത്തേക്ക് കയറിയത്. അവിടെ കണ്ട കാഴ്ച ദേവിയെ സന്തോഷഭരിതയാക്കി. വീടും പരിസരവും തൂത്ത് ചാണകം തളിച്ച് ശുദ്ധമാക്കിയിട്ടിരിക്കുന്നു. പൂമുഖത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. ചന്ദനത്തിരിയുടെ സുഗന്ധം അവിടെ എങ്ങും നിറഞ്ഞു നിന്നു. ഗൃഹനാഥനും കുട്ടികളും പൂമുഖത്തിരുന്നു നാമം ജപിക്കുന്നു. തൊഴുത്തിലേക്ക് നോക്കിയ ദേവി സന്തോഷിച്ചു. അവിടെ ഒരു പശു പ്രസവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ വീട്ടമ്മ പശുവിൻ്റെ വയറിൽ തടവിയും തലോടിയും ഈശ്വരനാമം ഉരുവിട്ട് നിൽക്കുന്നു. ലക്ഷ്മി ദേവി ആ വീട്ടുമുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ആ പശു പ്രസവിച്ചു. നല്ലൊരു പശുക്കിടാവ്. പശുക്കിടാവിനെ ആ വീട്ടമ്മ കണ്ടതും, അമ്മേ മഹാമായെ, നീ തുണച്ചു എന്ന് പറഞ്ഞു. മഹാലക്ഷ്മിയെപ്പോലെ ഇവൾ പിറന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി ദേവി അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി ഗൃഹത്തിൽ സമസ്ത ഐശ്വര്യങ്ങളും നിറച്ചു. ലക്ഷ്മി ദേവി തിരികെ ഇറങ്ങി. കാത്തുനിന്ന ജ്യേഷ്ഠയോട് പറഞ്ഞു, വരൂ ജ്യേഷ്ഠത്തി, അങ്ങോട്ട് നോക്കുകയേ വേണ്ട, നമുക്ക് യാത്ര തുടരാം. ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠാദേവിയും എപ്പോഴും ഒരുമിച്ചാണ് സഞ്ചരിക്കുക. ആരെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. വീടും പരിസരവും ദിവസവും ശുദ്ധിയായി സൂക്ഷിക്കുക.
നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എന്നും നല്ലതായിരിക്കണം.